കുറേ നല്ല മുളകും തൈകൾ ഒരു ഗ്രോ ബാഗിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അതിന് വളരാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് ചെടിച്ചട്ടികളിലേക്ക് പറിച്ച് നടാമെന്ന് തീരുമാനിച്ചു. ചെടിച്ചട്ടികളിലെ മണ്ണൊക്കെ ആ ഫോർക്ക് കൊണ്ട് നല്ലോണം കുത്തി ഇളക്കി. എന്നിട്ട് എല്ലാറ്റിലും കുറച്ച് ചാണകപ്പൊടി ഇട്ടു. ഉണങ്ങിയ ചാണകപ്പൊടി 5 കിലോൻ്റെ പാക്കറ്റായിട്ട് ഇവിടെ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. വിളിച്ച് പറഞ്ഞാൽ മതി, അവരോട് കൊണ്ടുതരും. എന്നിട്ട് ഫോർക്ക് കൊണ്ട് തന്നെ ആ ചാണകപ്പൊടി മണ്ണിൽ നന്നായിട്ട് ഇളക്കി ചേർത്തു. പണ്ടാളുകൾ ഉഴുത് ചേർക്കുന്നതിന് വരെ ഇവിടെ ചെടിച്ചട്ടിയിലായതുകൊണ്ട് ഫോർക്ക് കൊണ്ട് ഇളക്കി ചേർക്കുകയാണ്. പിന്നെ മൺകോരി ഉപയോഗിച്ചിട്ട് ഓരോ ചെടിച്ചട്ടിയിലും ഒരു സാമാന്യം വലുപ്പമുള്ള കുഴി ഉണ്ടാക്കി. മുളക് തൈൻ്റെ വലുപ്പമുള്ള കുഴിയല്ല, അതിലും വീതി വട്ടമൊക്കെ ഉള്ള കുഴികളാണ് ഉണ്ടാക്കിയത്. അതെന്തിനാണെന്ന് പിന്നെ പറഞ്ഞുതരാം. മൺകോരി ഉപയോഗിച്ചിട്ട് മുളക് ചെടികളെ ചുറ്റുമുള്ള മണ്ണടക്കം, അതായത് ചെടിയുടെ വേരുകൾക്ക് കേടുപറ്റരുത്, ചെടി അറിയരുതെന്നാണ് എൻ്റെ കണക്ക്. ട്രാൻസ്പ്ലാന്റേഷൻ ഷോക്ക് കഴിയുന്നത്ര കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും ചെറിയ ട്രാൻസ്പ്ലാന്റേഷൻ ഷോക്ക് എന്ന് വെച്ചാൽ ചെടി താൽക്കാലികമായ വാടിപ്പോൽ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് അത് കൊണ്ടുവന്ന് ഈ കുഴികളിൽ ഇറക്കി വെച്ചിട്ട് വേറൊരു ദണ്ട് ഉപയോഗിച്ചിട്ട് പതുക്കെ മണ്ണടക്കം ചെടി കുഴിയിലേക്ക് മാറ്റി. അപ്പോൾ കഴിയുന്നത്ര വേരുകൾക്ക് കേടുപറ്റരുതെന്നാണ് പറിച്ച് നടുമ്പോഴത്തെ തത്വം. പിന്നെ നോക്കിയപ്പോൾ ഇവിടുത്തെ ഒരു വലിയ ചെടിച്ചട്ടി ഉണ്ട്. അതിൽ മധുരക്കിഴങ്ങ് വള്ളി പടർന്നു തുടങ്ങിയിട്ടുണ്ട്. 6-ാമത്തെ 7-ാമത്തെ മറ്റ വലിയ ചെടിച്ചട്ടിയിലേക്കാണ് മധുരക്കിഴങ്ങ് വള്ളി പടരുന്നത്. അവിടെ കുറച്ച് ഗ്യാപ്പ് കണ്ടപ്പോൾ വിചാരിച്ച് അവിടെ ഒരു മുളകും തേങ്ങ കൂടെ നടാമെന്ന്. കുറച്ച് വലിയ ചട്ടിയിൽ നട്ടാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് അറിയണ്ടേ.